സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ബജറ്റ് സംസ്ഥാനത്തെ സമസ്ത വിഭാഗം ജനങ്ങളെയും പ്രത്യേകിച്ച് സർക്കാർ ജീവനക്കാരെ വഞ്ചിച്ച ഒരു ബജറ്റാണ് സംസ്ഥാനത്ത് നിയമസഭയിൽ ധനകാര്യ വകുപ്പ് മന്ത്രി അവതരിപ്പിച്ചത്. തീർച്ചയായിട്ടും ജീവനക്കാർക്ക് നിരവധി 65,000 കോടി രൂപയാണ് സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുന്നത്. 65,000 കോടി രൂപയിൽ 1 രൂപ പോലും സർക്കാർ ജീവനക്കാർക്ക് അനുവദിക്കാതെ നാമമാത്രമായ ചില ജൽപ്പനങ്ങൾ നടത്തിക്കൊണ്ട് ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നിഷേധിച്ച ഒരു ബജറ്റാണ്. ജീവനക്കാർക്ക് കഴിഞ്ഞ 3 വർഷക്കാലമായി ക്ഷാമബത്ത അനുവദിച്ചിട്ടുണ്ട്. അതായത് 6 ഗഡു ക്ഷാമബത്തയിൽ 19% സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കാനുള്ളപ്പോഴാണ് വെറും 1 ഗഡു ക്ഷാമബത്ത മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ജീവനക്കാരുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയുള്ള ഒരു ബജറ്റായി മാറി. ജീവനക്കാർക്ക് നിരവധിയായ ആനുകൂല്യങ്ങൾ നൽകുവാൻ ശമ്പള പരിഷ്കരണ കുടിശ്ശിക, ലീവ് സിലിണ്ടർ ആനുകൂല്യം, അങ്ങനെ ക്ഷാമബത്ത കുടിശ്ശിക ഉൾപ്പെടെയുള്ള പല ആനുകൂല്യങ്ങളും നൽകാമെന്ന് പറഞ്ഞ ഡേറ്റുകളൊക്കെ കഴിഞ്ഞിട്ട് പോലും അതൊക്കെ ലോക്കിൻ പീരീഡിൽ വെച്ചിരിക്കുന്ന തുകകൾ ഇന്ന് സർക്കാർ ജീവനക്കാർക്ക് അന്യം നിന്ന് പോകുന്ന കാഴ്ചയാണ്. ജീവനക്കാർക്ക് 2 ഗഡു ക്ഷാമബത്ത പ്രഖ്യാപിച്ചപ്പോൾ ജീവനക്കാരന് 38 മാസത്തെ കുടിശ്ശിക നഷ്ടപ്പെട്ടു. വീണ്ടും 3% പ്രഖ്യാപിച്ചപ്പോൾ ജീവനക്കാർക്ക് 76 മാസത്തെ ക്ഷാമബത്ത കുടിശ്ശിക നഷ്ടപ്പെട്ട സമയത്ത് ജീവനക്കാർക്ക് ലഭിക്കേണ്ട പരമപ്രധാനമായ ആനുകൂല്യങ്ങൾ പോലും നിഷേധിച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് പോകുന്ന ഒരു സാഹചര്യത്തിലാണ്. പ്രക്ഷോഭമില്ലാതെ മറ്റു മാർഗമില്ലാത്ത ഒരു സാഹചര്യമാണെന്ന് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. മുഖ്യമന്ത്രി അവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി, വരാൻ പോകുന്ന ശമ്പള പരിഷ്കാരം സമയബന്ധിതമായി നടപ്പിലാക്കുമെന്ന്. 2024 ജൂലൈ മാസം 1-ാം തീയതി മുതൽ കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ശമ്പളം പരിഷ്കരിക്കേണ്ടതായിരുന്നു. പക്ഷേ ആ ശമ്പളം പരിഷ്കരിക്കാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ട് പോലും ധനകാര്യ വകുപ്പ് മന്ത്രി നിയമസഭയിൽ അതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും വേണ്ടിയില്ല. ഒരു ശമ്പള കമ്മീഷനെ നിയമിക്കുവാൻ തയ്യാറായില്ല. അതേപോലെ തന്നെ ശമ്പള കമ്മീഷൻ നിയമിക്കുന്നതിനോടൊപ്പം തന്നെ അതിനുവേണ്ടിയുള്ള തുക പോലും വകയിരുത്താത്ത ഒരു ബജറ്റായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലമായി ജീവനക്കാരുടെ ലീവ് സിലിണ്ടർ നിഷേധിച്ചിരിക്കുന്നു. കാലാകാലങ്ങൾ ലഭിക്കേണ്ട പല ആനുകൂല്യങ്ങളും നിഷേധിച്ചിരിക്കുന്നു. സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് നിഷേധിച്ചു. അങ്ങനെ ജീവനക്കാർക്ക് ലഭിക്കേണ്ട പല ആനുകൂല്യവും നിഷേധിച്ച ഒരു സാഹചര്യത്തിലാണ് ഈ ബജറ്റ് പൊള്ളയായ ബജറ്റാണ്, ജീവനക്കാർക്ക് വേണ്ടിയുള്ള ബജറ്റല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് NGO അസോസിയേഷൻ ഇന്ന് സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിൽ താലൂക്ക് ഓഫീസുകളുടെ മുന്നിൽ ബ്രാഞ്ച് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരമായി കടന്നു വന്നിട്ട് ഈ സമരം വിജയിപ്പിക്കുന്നതിനുള്ള പ്രയാണത്തിൽ നിങ്ങളുടെ എല്ലാ NGO അസോസിയേഷന്റെ മാത്രമല്ല സിവിൽ സർവീസിലെ മുഴുവൻ ജീവനക്കാരുടെയും ആനുകൂല്യം നിശ്ചയിച്ച സാഹചര്യത്തിലാണ് മറ്റ് ഒട്ടനവധി പ്രക്ഷോഭങ്ങൾ നടത്തേണ്ട സാഹചര്യം ഇന്ന് സംസ്ഥാനത്ത് സംജാതമായി. ഈ കഴിഞ്ഞ ദിവസത്തെയും അതിനു മുമ്പെല്ലാം നടന്ന പണിമുടക്ക് സമരമെല്ലാം ഈ സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കുമെന്ന് നമ്മൾ വളരെയധികം ചിന്തിക്കുകയും അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ നടത്തുകയും ഉണ്ടായി. പക്ഷേ യാതൊരുവിധ മാറ്റമില്ലെന്നുള്ളത് ബഡ്ജറ്റിന്റെ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയതാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ന് ഏറ്റവും കൂടുതൽ പട്ടിണി അനുഭവിക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടുന്ന ഒരു വിഭാഗം ജീവനക്കാർ വളരെ ശക്തമായി പ്രതിഷേധിക്കുകയും ഈ കഴിഞ്ഞ പണിമുടക്കിൽ പങ്കെടുത്ത ജീവനക്കാരെ പ്രശംസിക്കുകയും ചെയ്യുന്ന NGO യൂണിയനെ പോലെയുള്ള ഇവിടുത്തെ കരിങ്കാലികളെ നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യം തന്നെയാണ്. ഇതിനെ നമ്മൾ ശക്തമായി കാണുകയും ജീവനക്കാർ പ്രതിഷേധിക്കുകയും ചെയ്യണമെന്ന് എടുത്ത എന്റെ എല്ലാ സഹപ്രവർത്തകരെയും ഒറ്റവാക്കിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് കേരള NGO അസോസിയേഷൻ. ധാരണയ്ക്ക് നന്ദി പറയുവാനായി ശ്രീ തെങ്ങിന്. ബഹുമാനപ്പെട്ട സിറ്റി ബ്രാഞ്ച് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഉമേഷ് കുമാർ, നമ്മുടെ ആരാധ്യനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ഹർജിത് സാറ്, നമ്മുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, ബ്രാഞ്ച് ഭാരവാഹികളെ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന ആപ്തവാക്യത്തിന് ഇങ്ങനെയാണ് ഇപ്പോൾ സർക്കാർ പോകുന്നത്. കാരണം മിണ്ടാതിരിക്കുന്നവനെ ഒന്നും കൊടുക്കുന്നില്ല. എങ്കിലും നമ്മുടെ ഈ ശക്തമായ സമരം അത് ശക്തമായി തന്നെ മുന്നോട്ട് പോയതുകൊണ്ടാണ് നമ്മൾ സമരത്തിന്റെ അന്ന് നമ്മുടെ കാക്കനാട് സിവിൽ സ്റ്റേഷനിൽ നടത്തിയ ആ സമര പരിപാടിയുടെ ധാരണയും അതിന്റെ പരിസമാപ്തിയിലേക്ക് വന്ന പ്രകടനവും കണ്ട് വിരളി പിടിച്ചിട്ട് യൂണിയൻകാർ കൂകി വിളിച്ചു. കാരണം അവർക്ക് വേറെ ഒന്നും പറയാനില്ല. അതുകൊണ്ട് കൂകി വിളിച്ച് തോൽപ്പിക്കാൻ വേണ്ടി, കുറുക്കന്മാരുടെ ജന്മമായിട്ട് കൂകി വിളിച്ച് തോൽപ്പിക്കാൻ വേണ്ടി അവനവന്റെ ശവക്കല്ലറയുടെ അവസാനത്തെ ആണിയും അടിക്കുന്ന തരത്തിലുള്ള പ്രകടനങ്ങൾ നടത്തിയ അവരുടെ ആ സമീപനത്തോട് ഈ ഭൂരിഭാഗം, അതായത് 90% ജീവനക്കാരും അവജ്ഞയുടെ കാണുന്ന ആ അവഗണനക്കെതിരെ നമ്മൾ
സംഘടിക്കുകയും ഇനിയും ശക്തമായ സമരങ്ങൾ ഇനിയും മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്കുള്ള ആനുകൾ കിട്ടുകയുള്ളൂ എന്ന പൂർണ്ണ വിശ്വാസം ഇവിടുത്തെ സിവിൽ സർവീസ് ജീവനക്കാർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മനസ്സുകൊണ്ട് പോലും യൂണിയൻകാർ നമ്മോടൊപ്പം നിന്നത്. പലരും അതിന്റെ ഉള്ളിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് ആ പ്രകടനത്തിൽ പങ്കെടുത്തത് എന്റെ സുഹൃത്തുക്കൾ വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇന്ന് നമ്മുടെ കേരള ബജറ്റ് നമ്മുടെ ജീവനക്കാരെ ഒന്നടങ്കം തഴഞ്ഞ, നമ്മുടെ നികുതി ഭാരം വർദ്ധിപ്പിച്ച, നമുക്ക് ഇനിയും ജീവിതഭാരം വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ബഡ്ജറ്റ് ഇറക്കിയ ഈ കേരള ബഡ്ജറ്റ് നമ്മൾ അവജ്ഞയോടെ തള്ളുന്നതാണ്. അതിന് ഇവിടെ ആ ബഡ്ജറ്റിനെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ നയങ്ങളെ നമ്മൾ ചോദ്യം ചെയ്യുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി വളരെയധികം തിരക്കുണ്ടായിട്ട് നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ തെരപ്പിക് സാർ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കും ബ്രാഞ്ച് ഭാരവാഹികൾക്കും ഒറ്റ വാക്കിൽ വന്നുകൊണ്ട് പറഞ്ഞുകൊണ്ട്